നമസ്കാരം. 2022 സെപ്റ്റംബർ 28-ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണത്തിനും ഉൾപ്പെടെയുള്ള ഏജൻസിക്ക് അറിയാമായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന തിരിച്ചു വരുമെന്ന് നല്ല പോലെ അവർക്ക് അറിയാമായിരുന്നു. നിലവിൽ 2 വർഷങ്ങൾക്ക് ശേഷം ഉറങ്ങിക്കിടന്ന സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും ഉണർന്നു കഴിഞ്ഞു. വിവിധ ജില്ലകളിൽ ഇവരുടെ പ്രവർത്തനം സജീവമായതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പേരില്ല, നേതാക്കൾ ആരെന്നറിയില്ല, ഒരു അച്ചുതണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ സംഘടനകളായാണ് പ്രവർത്തനം. നിരോധനവും അറസ്റ്റും ഒഴിവാക്കാനുള്ള കുതന്ത്രമാകാം ഇതിന് പിന്നിലെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സംശയിക്കുന്നുണ്ട്. അടുത്തിടെ കോഴിക്കോട് രൂപീകരിച്ച നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന സംഘടന ഇതിന്റെ മാതൃസ്ഥാപനമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായി പോലീസിനും ഇന്റലിജൻസിനും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു സംശയത്തിന്റെ ബലത്തിൽ അവർ അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിൽ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലാതലത്തിൽ ഇപ്പോഴും സജീവമാണെന്ന് IBക്ക് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പേരും SDPI പ്രവർത്തകരാണ്. എന്നാൽ ഇവർ പാർക്കുകൾ, ബീച്ചുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒത്തുകൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സേവനം, മനുഷ്യാവകാശം, പരിസ്ഥിതി എന്നീ മേഖലകളോടാണ് പ്രേമം കൂടുതൽ. മുദ്രാവാക്യം വിളിയോ പ്രകടനമോ ഇല്ല. പൗരത്വ ഭേദഗതി വിഷയത്തിലോ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലോ ഇവർ പ്രത്യക്ഷമായി പ്രതികരിക്കാറില്ല. സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവരിൽ പലരും CPMൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് CPIയോടും മമത പുലർത്തുന്നുണ്ട്. ചിലരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി പരിശോധിച്ചപ്പോൾ സംശയിക്കത്തക്ക ഒരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഫോൺ വഴിയുള്ള ആശയവിനിമയം പൂർണ്ണമായും ഒഴിവാക്കി സന്ദേശവാഹകരിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ആകാം ബന്ധപ്പെടാം എന്നാണ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സംഘടനകളുടെ നേതാക്കൾ സമൂഹത്തിൽ സജീവമായിരിക്കാം. പരിസ്ഥിതി, മനുഷ്യാവകാശ മേഖലകളിലും ഇടത് പ്രസ്ഥാനങ്ങളിലും ഇവർ കടന്നുകൂടാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല. സമൂഹത്തിന് മുന്നിൽ ഇവർ ധരിക്കുന്ന മേലങ്കി മാത്രമാകാം ഇത്. പ്രത്യക്ഷത്തിൽ നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പ്രയാസമാകും. പേരില്ലാത്തതിനാൽ നിരോധനവും സാധ്യമല്ല. എന്നാൽ കൊലപാതകം അടക്കമുള്ള ക്രൂരത നടത്താൻ ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ മാർഗം തന്നെ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൊലപാതകത്തിന് വിദൂര ജില്ലകളിൽ നിന്നും ആളെ എത്തിക്കുന്ന തന്ത്രമാണിത്. ഏതായാലും NCHRD നോട്ടീസിൽ ഇടം പിടിച്ചവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായാണ് അറിവ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പേ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷം ഇപ്പോൾ അവർ വേറൊരു ഭാവത്തിൽ അവർ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആദ്യം MEC-7 ആയിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം സംശയം. ഈ MEC-7 എന്ന് വെച്ചാൽ ഒരു വ്യായാമ സംഘടന എന്നൊരു പേര് വന്നിട്ട് മുസ്ലിമുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആയോധന കലകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ MEC-7-നെതിരെ ഇപ്പോഴും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോഴിക്കോട് വേറൊരു പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു മുഖമായിട്ട് ഒരു സംഘടനയും പേരും ഒന്നുമില്ലാത്ത ഒരു സംഘടന തലപൊക്കി വരുന്നു എന്നതാണ് ഇപ്പോൾ IBക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.